ഓർത്തെടുത്ത് ചിറി തുടച്ചുകൊണ്ട് ആശങ്കയോടെ ഞാൻ ചോദിച്ചു, പ്രശ്നമാകുമോ? ഇനി ഇവിടെ ഒരു ചിക്കൻ ലഹളം ഉണ്ടാകുമോ? ഏയ്, ഋതു നിസ്സാരമട്ടിൽ പറഞ്ഞു. അവൾ തുടർന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞാൻ അത് നോക്കിക്കൊള്ളാം. എനിക്ക് മനസ്സിലായി, എല്ലാ ഭാര്യമാരെയും പോലെ ഋതുവും തന്റെ ഭർത്താവിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഇവൾ ജീവൻ കൊടുത്തും എന്നെ കാത്തോളും. ഭാര്യമാരുടെ ബലത്തിലാണല്ലോ മിക്ക ഭർത്താക്കന്മാരും വലിയ ധീരന്മാരായി നിലനിന്നു പോകുന്നത്. കുട്ടിക്കാലത്തെ ഒന്ന് തുറച്ചു നോക്കിയാൽ കരഞ്ഞിരുന്ന രഘുവാണ് വിവാഹശേഷം വലിയ ഗുണ്ടയായി മാറിയത്. പിന്നിൽ ഭാര്യയുണ്ട് എന്നൊരു ധൈര്യം, അതൊരു ബലം തന്നെയാണ്. ഋതുവിന്റെ വാക്കുകൾ കേട്ട് എന്റെ മനസ്സിലേക്കും ധൈര്യം വിരുന്നു വന്നു. എന്റെ ഞരമ്പുകൾ പിടച്ചു, രക്തയോട്ടം കൂടി. യെസ്, എന്തു വന്നാലും നേരിടാം. എന്റെ പിന്നിൽ ഋതു ഉണ്ട്. ഋതു അടുക്കള മുഴുവൻ പരതി എന്ന് കേട്ടതിനാൽ മാത്രം ഞാൻ അവളോട് ചോദിച്ചു, അടുക്കളയുടെ അധികാരം നീ ഏറ്റെടുത്തോ? അവൾ തലകുലുക്കി. ഞാൻ അതിരാവിലെ തന്നെ അടുക്കളയിൽ കയറി. അമ്മ വന്നപ്പോഴേക്കും ഞാൻ എല്ലാവർക്കുമുള്ള ഇഡ്ഡലിയും സാമ്പാറും റെഡിയാക്കിയിരുന്നു. ഋതു അത് പറഞ്ഞപ്പോൾ ഞാൻ അഭിമാനത്തോടെ അവളെ നോക്കിയിരുന്നു. എന്റെ ഭാര്യയാണ് യഥാർത്ഥ ഭാര്യ. ഇതുപോലെ ആയിരിക്കണം ഭാര്യമാർ. മാതൃകാ ഭാര്യയാണിവൾ. ഇവളെക്കുറിച്ച് ഞാനൊരു മഹാകാവ്യം രചിക്കും. പക്ഷേ, അവൾ തുടർന്നു. എന്താണൊരു പക്ഷേ? ഞാൻ ആകാംക്ഷയോടെ ഋതുവിനെ നോക്കി. സ്ത്രീകൾ വെറും പാചകക്കാരികളല്ല, ഋതു മുരണ്ടു. അങ്ങനെയാണെന്നാണ് സമൂഹം, ചില സ്ത്രീകൾ ഉൾപ്പെടെ കരുതുന്നത്. അത് ശരിയല്ല. ഞാൻ കാര്യം മനസ്സിലാവാതെ കണ്ണുമിഴിച്ച് ഋതുവിനെ തന്നെ നോക്കിയിരുന്നു. ഋതു തുടർന്നു, എല്ലാവരും കൂടെ വിഭവങ്ങൾ ശേഖരിക്കണം. എല്ലാവരും കൂടെ അത് പാചകം ചെയ്യുകയും വിതരണം ചെയ്യുകയും വേണം. അതാണ് എന്റെ സങ്കല്പത്തിലുള്ള കുടുംബം. അല്ലാതെ ഒരു തലവന്റെ കീഴിൽ സ്ത്രീകളാൽ വച്ചുണ്ടാക്കി പരിചരിക്കപ്പെട്ട് ജീവിച്ചു പോരുന്ന ബാർബേറിയൻ അടിമത്ത സംസ്കൃതിയോട് യോജിച്ചു പോകാൻ എനിക്ക് സാധിക്കില്ല. ഇവിടെയുള്ള പുരുഷന്മാർക്ക് എന്നോട് അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ ആജ്ഞാപിക്കാൻ വന്നാൽ ഞാൻ തട്ടും. ഞാൻ ഞെട്ടിപ്പോയി. ഇവൾ ഫെമിനിസ്റ്റാണോ? ഞാൻ ചോദിച്ചു, നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഓരോ ദിവസം ഓരോരുത്തർ അടുക്കളയിൽ കയറണമെന്ന്, ഭാര്യയെ അടുക്കളയിൽ മാത്രമാക്കി തളയ്ക്കണ്ടെന്ന് ഋതു അലറി. നീ തീവ്രവാദിയാണോ? ഞാൻ പകപ്പോടെ ചോദിച്ചു. അതെ, സ്ത്രീ തീവ്രവാദി. പക്ഷേ സ്നേഹിച്ചാൽ ജീവൻ പോകും വരെ കൂടെ നിൽക്കും. അവൾ അഗ്നിയാളുന്ന കണ്ണുകളോടെ എന്നെ നോക്കി. ഞാൻ പേടിയോടെ കൈയുയർത്തി തംസപ്പ് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൂടെയുണ്ട്. എന്നിട്ട് സ്നേഹത്തോടെ അവളുടെ വിരൽത്തുമ്പ് പിടിച്ചിട്ട് താഴ്മയോടെ ഞാൻ ചോദിച്ചു, അടുക്കളയിൽ ഓരോ ദിവസം ഓരോരുത്തർ കയറണമെന്നാണല്ലോ പറഞ്ഞത്? അതെ. അതിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ പറ്റുമോ? അതെന്താ? എനിക്ക് പാചകം അറിയില്ല. അത് ഞാൻ പഠിപ്പിക്കാം, ഋതു പറഞ്ഞു. അല്ല, ഞാൻ ഹോട്ടലിലെ മാനേജറല്ലേ? ഹോട്ടലിൽ എനിക്ക് ജോലിക്ക് പോകണ്ടേ? എനിക്കും സ്കൂളിൽ ജോലിക്ക് പോണം. അവൾ ഞാൻ പറഞ്ഞതിന് ചെക്ക് വെച്ചു. നാശം, ഞാൻ അടുക്കളയിൽ കിടന്ന് ഉരുകിത്തീരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ മാത്രമല്ലല്ലോ. ഇവൾ പറഞ്ഞതനുസരിച്ച് അച്ഛനും അടുക്കളയിൽ കയറണമല്ലോ. അച്ഛന്റെ അഹങ്കാരം ഇതോടെ മാറിക്കിട്ടും. ചുമ്മാ ഒരാവശ്യമില്ലാതെ രാവിലെ മുതൽ നാട് തെണ്ടി നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, അച്ഛനെയും അടുക്കളയിൽ കയറ്റണം. അച്ഛൻ കയറിയില്ലെങ്കിൽ ഞാനും കയറൂല. ഞാൻ അച്ഛനൊരു പാര വെച്ചു. അച്ഛനെയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഋതു എന്റെ തോളിൽ തട്ടി. എന്നിട്ട് പറഞ്ഞു, അടുക്കളയിൽ കയറിയില്ലെങ്കിൽ അച്ഛനും ഇവിടുന്ന് ആഹാരമില്ല. ഹായ്, അച്ഛൻ അത് തന്നെ വരണം. ഇനി ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല. ഇവൾ ഈ വീടിന്റെ ഭരണം പടിപടിയായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അടുക്കളപ്പണി മാത്രമേ എനിക്ക് തന്നുള്ളൂ. ഇനി ഇവിടെ നിന്നാൽ കൂടുതൽ ജോലികൾ എന്റെ തലയിലേക്ക് വയ്ക്കും. അതുകൊണ്ട് മുണ്ടും കയറ്റി കെട്ടി ഞാൻ പുറത്തേക്ക് നടന്നു. ഞാൻ പുറത്തേക്ക് ചെന്നപ്പോൾ മലയിലെ മാമനും സുമാരൻ വല്യച്ഛനും സുഗുണൻ മാമനും പട്ടിക്കാട്ടിലെ അപ്പൂപ്പനുമൊക്കെ ഇളം തിണ്ണയിൽ സുഖമായി കിടക്കുകയാണ്. ഇതിൽ പട്ടിക്കാട്ടിലെ അപ്പൂപ്പൻ നേരത്തെ പിന്നിലേക്ക് തലയടിച്ച് വീണ ക്ഷീണത്തിൽ കിടക്കുകയാണ്. അത് മനസ്സിലായി. പക്ഷേ ബാക്കിയുള്ളവർ എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്? ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് സൂക്ഷിച്ചു നോക്കി. എല്ലാവരുടെ തലയിലും വച്ചുകെട്ടുണ്ട്. എന്നെ കണ്ടതും മലയിലെ മാമൻ ചാടി എണീറ്റു. ഉണ്ണി, ചാത്തൻ, ചാത്തൻ, കുട്ടിച്ചാത്തൻ എവിടെ? ഭീതിയോടെ ഞാൻ അലറി. എടാ, ഇപ്പോഴല്ല, ഇന്നലെ രാത്രിയില് ഇവിടെ കുട്ടിച്ചാത്തൻ വന്നു. എല്ലാരെയും എറിഞ്ഞ് തല പൊളിച്ചു. താ, എനിക്കും കിട്ടി. മാമൻ തല എന്നെ കാണിച്ചു. എന്നിട്ട് തുടർന്നു, വലിയ കല്ല് നോക്കിയെടുത്ത് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയായി എറിഞ്ഞത്. എല്ലാവർക്കും കിട്ടി. കോമളൻ സീരിയസ് ആയി കിടക്കുകയാ. കുട്ടിച്ചാത്തന് ഇഷ്ടപ്പെടാത്ത എന്തോ ഇവിടെ നടന്നു. അതാ ചാത്തനേറുണ്ടായത്. പരിഹാരം ചെയ്തേ പറ്റൂ. എന്തു പരിഹാരം? ഞാൻ ചോദിച്ചു. അതറിയണമെങ്കിൽ പ്രശ്നം വയ്ക്കണം. അതറിഞ്ഞിട്ട് വേണം പ്രായശ്ചിത്തം ചെയ്യാൻ. അല്ലെങ്കിൽ ചാത്തൻ ഇനിയും എറിയും. മലയിലെ മാമൻ വിലപിച്ചു. നമുക്ക് വേണ്ടത് ചെയ്യാം.
ഞാൻ മലയിലെ മാമനെ ആശ്വസിപ്പിച്ചു. അല്ലാതെ ഞാനാണ് ഇന്നലത്തെ രാത്രി എല്ലാവരെയും എറിഞ്ഞത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും എല്ലാത്തിനും നല്ല പരിക്കുണ്ട്. വീട്ടിൽ പോകാതെ ഇനിയും ഇവിടെ കിടന്നാൽ വീണ്ടും ഞാൻ എറിയും. അപ്പോഴാണ് അച്ഛൻ വെപ്രാളത്തോടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. MDMA കിട്ടാത്ത ഡ്രഗ് അഡിക്റ്റിനെ പോലെ അച്ഛൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പരിഭ്രാന്തിയോടെ ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു.